തത്വം. ആ സത്യത്തെ പലരും പലതരത്തിൽ പറയണു. അദ്വൈത ജ്ഞാനമെന്ന് പറയണു. വദന്തി തത്വവിധ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദത്തെ. വേദാന്തികൾ അദ്വൈത ജ്ഞാനം എന്ന് പറയണു. യോഗികൾ പരമാത്മാവെന്ന് പറയണു. ഭക്തന്മാർ ഭഗവാൻ എന്ന് പറയണു. ഒക്കെ എന്തിനാണ് പറയണത്? ഒന്നിന് തന്നെയാണ്. പരമാവധി പറയും വാട്ടർ. ഇംഗ്ലീഷുകാർ വാട്ടർ എന്ന് പറഞ്ഞാലേ അവർക്ക് വെള്ളം കിട്ടുള്ളൂ. മലയാളികളോ വെള്ളം എന്ന് പറഞ്ഞാൽ കിട്ടും അല്ലേ. കർണാടകയിൽ പോയാൽ നീര് കൊടു എന്ന് പറയണം അല്ലേ. ഹിന്ദിയിൽ പോയി കഴിഞ്ഞാൽ പാനി എന്ന് പറയണം. ശരി. തമിഴ്നാട്ടിൽ പോയാലോ തണ്ണി. ഓരോരുത്തരും പറയണ സംഗതി എന്താ? പല വാക്കുകളാണ്. വസ്തു ഒന്നാ പലതാണോ? ഒരു വസ്തുവാണല്ലേ. ഇവരൊക്കെ പറയുമ്പോൾ കൊണ്ടുവരുന്നത് വെള്ളം തന്നെയാണ്. ഇതുമാതിരി പരമാത്മാ ബ്രഹ്മം അല്ലെങ്കിൽ ഭഗവാൻ, അതിന് തന്നെ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എന്നൊക്കെ നമ്മൾ പറയുന്നു. ഭക്തന്മാരിഞ്ഞ് ആ ഭഗവാനെ അവരവരുടെ തലത്തിലേക്ക് മനസ്സിലാക്കി പറയണം. നോക്കൂ, ഇത് വലിയൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവില്ലെങ്കിൽ, ഇതൊക്കെ പറയണത് ആ ഒരേ ഒരു സത്യത്തെയാണെന്നുള്ള അറിയില്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ പേരിൽ അടികൂടി കൂടും. ശരിയോ? മതസ്പർദ്ധകൾ, വെട്ടും കുത്തും ഭീകരവാദവും, സമൂഹത്തിൽ പീസ് ആൻഡ് ഹാർമണി നഷ്ടപ്പെടും റിലിജിയൻ്റെ പേരിൽ. ആക്ച്വലി റിലിജിയൻ മെൻ ഫോർ വാട്ട്? എന്തിനാ മതം? ഈശ്വരൻ സങ്കല്പമൊക്കെ ചരാചരങ്ങളിൽ മുഴുവനും സ്നേഹം വളർത്തി, സേവനഭാവം വളർത്തി ഈ സമാജത്തിൽ വ്യക്തിക്കും സമാജത്തിനും ശാന്തിയും സമാധാനവും കൊണ്ടുവരാനാണ്. ശരിയോ? ഏതെങ്കിലും ഒരു മതം അതിന് വിരുദ്ധമായിട്ടാണ് പഠിപ്പിക്കണമെങ്കിലോ അറബിക്കടലിൽ വലിച്ചെറിയണം ആ മതത്തെ. അത് മതമല്ല ശരിക്കും പറഞ്ഞാൽ. മതം എന്നുള്ളൊരു അഭിപ്രായം എന്ന അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ ഓരോരുത്തരുടെ അഭിപ്രായം എന്ന് കണക്കാക്കിയാൽ മതി. എന്താണ് റിലിജിയൻ? അതൊരു ഗ്രീക്ക് വേർഡാണ്. റിലിജിയോ എന്നാണ്. റീച്ചാ വീണ്ടും യുണൈറ്റ് ചെയ്യുക. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ആ പരമാത്മാ സത്യത്തിൽ നിന്ന് അകന്നു പോയിക്കുക ഈ ശരീരത്തിലേക്കും വിഷയങ്ങളിലേക്കും. അതിനെ തിരിച്ച് ആ പരമാത്മാവിൽ ചേർക്കാൻ, സത്യസ്വരൂപനിൽ ചേർക്കാൻ നമ്മെ സഹായിക്കുന്ന സാധനാക്രമങ്ങളാണത്, അനുഷ്ഠാന പദ്ധതികളാണത്. പക്ഷെ അതിൻ്റെ പുറകിലുള്ള ഫിലോസഫി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായില്ലേ? ഈ തത്വം അറിയാതെ വെറും അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും മാത്രം കിടുമ്പോൾ എന്താവും? അത് പിക്കം മെക്കാനിക്കൽ, യാന്ത്രികമായി പോറും. ശരിയോ? എപ്പോൾ നമ്മുടെ പ്രാക്ടീസ് യാന്ത്രികമാകുമോ അവിടെ നമ്മുടെ പുരോഗതി മുരടിച്ച ചെളികൾ കണ്ടല്ലേ, അതുപോലെ എന്നർത്ഥം. എന്നാലോ പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് റിലിജിയൻ തരുന്നത്. ആ പരിശീലനങ്ങളില്ലാതെ യൂട്ടോപ്യൻ തിയറി, ഇൻ്റലക്ച്വലിസം ആണോ? അല്ലല്ല, വെറും ഇൻ്റലക്ച്വൽ കസർത്താണോ? ബുദ്ധി കൊണ്ടൊക്കെ ബ്രഹ്മം 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 എന്ന് മനസ്സിലാക്കിയാൽ മതിയോ? പോരാന്നർത്ഥം. മനസ്സിലായോ? രണ്ടും വേണം. മനസ്സിനും ബുദ്ധിക്കും ഒരേപോലെയുള്ള വളർച്ചയും വികാസം ഉണ്ടാവണം. ഹൃദയ മസ്തിഷ്കങ്ങൾ ഒരുപോലെ വളരണം. വേണ്ടേ? ശരീരത്തിൽ ഒരവയവം മാത്രം കൂടുതൽ വളർന്നു പോയാൽ വിരൂപമാവും അല്ലേ? പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വളർച്ച ഉണ്ടാവണം അല്ലേ എല്ലാ അവയവങ്ങൾക്കും? നല്ല ഭംഗിയുള്ളൂ കാണാൻ. വെറും ഒരു സ്ഥൂല ശരീരത്തിന് പോലും ഇങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ സട്ടിൽ പേഴ്സണാലിറ്റി? ആ സൂക്ഷ്മമായ വ്യക്തിത്വത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടും വേണമെന്ന്. അതാണ് ഭാഗവതം നമുക്ക് നിർദ്ദേശിച്ചു തരുന്നത്. ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ, ഏത് പേര് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. അതെന്താണ്? അതാണ് ഒന്നാമത്തെ പദ്യം. ജന്മാദ്യസ്യ യതഃ അസ്യ ജന്മാദി അഭവത്. എന്നുവെച്ചാലോ ഏതൊന്നിൽ നിന്നാണ് ഈ നമ്മൾ കാണുന്ന ഈ ലോകത്തിൻ്റെ തുടക്കം, ഇതിൻ്റെ ആരംഭം, ഇതെവിടെ നിന്നുണ്ടായി, ഇതെവിടെ നിലനിൽക്കുന്നു, ഇതെവിടേക്ക് പോകുന്നു? നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ഒരു ലോകത്തിലാണ് പിറന്നേക്കണം അല്ലേ? നമ്മളാരെങ്കിലും ആണോ ഈ ലോകം സൃഷ്ടിച്ചത്? നമ്മുടെ അച്ഛനോ മുത്തച്ഛനോ ആണോ? ഓൾറെഡി ക്രിയേറ്റഡ് വേൾഡിൽ നമ്മൾ വന്നു അല്ലേ? വി ആർ നോട്ട് ദ ക്രിയേറ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ്. അപ്പോൾ ഈ അനന്ത മഹിമയോടുകൂടി മനുഷ്യനെ എത്രയൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടും അതിൻ്റെ താളം തെറ്റണില്ല പ്രകൃതി അല്ലേ? ആ പ്രത്യേക നിയമത്തിന് വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനം കാണുന്ന സമയത്ത് ഇതിന് ഒരു കാരണം ഉണ്ടാവണ്ടേ? തന്നെത്താൻ ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നത് ആക്സിഡൻ്റല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നോക്കൂ, ഒരു ബിൽഡിംഗ് കണ്ട ആ ബിൽഡിങ്ങിൻ്റെ ഭംഗി കാണുമ്പോൾ ഇതാരാ ഇതിൻ്റെ ആർക്കിടെക്റ്റ് അല്ലേ? ഒരു ഗാർഡനെ കണ്ട ഗാർഡനറെ ഓർമ്മിക്കില്ലേ? പക്ഷികൾ മനോഹരമായ കൂടുകൾ ഇങ്ങനെ തൂങ്ങി ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടല്ലേ കുരുവിക്കൂടുകൾ. എന്ത് സുന്ദരമായിട്ട് അതിൽ ബെഡ്റൂമൊക്കെ ഉണ്ടായിരിക്കണം അറിയോ? ഇത്ര സുന്ദരമായി ഉണ്ടാക്കണം അതിന് ഇൻ്റലിജൻസ് കൊടുത്തതാരാ? ആലോചിച്ച് നോക്കൂ.